നിമിഷപ്രിയ. ഈ പേരിന്ന് കേരളത്തിന്റെ ഹൃദയത്തിൽ ഒരു വേദനയുടെ കനലായി നീറുകയാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണ മലയാളി പെൺകുട്ടി തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാനായി സ്വപ്നങ്ങൾ കണ്ട് യമനിലേക്ക് യാത്രയായി. എന്നാൽ ഇന്നവൾ യമന്റെ തലസ്ഥാനമായ സനായിലെ ഒരു ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്നു. ഒരു നഴ്സായി ജോലി ചെയ്യാനെത്തിയ നിമിഷ തന്റെ പാസ്പോർട്ട് തട്ടിയെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒരു യമൻ പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുടുങ്ങി. ഈ കേസ് കേരളത്തിനകത്തും പുറത്തും പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നിമിഷയുടെ കഥ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, വിദേശത്ത് ജോലി തേടിപ്പോകുന്ന മലയാളി സ്ത്രീകളുടെ പോരാട്ടങ്ങളുടെ, അനീതികളുടെ, ക്രൂരതകളുടെ ഒരു പ്രതിഫലനമാണ്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിമിഷ നേരിട്ട ദുരന്തങ്ങൾ അവളെ ഒരു കുറ്റകൃത്യത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടു. അവരുടെ നിരപരാധിത്വത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ ഈ കേസിനെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായാണ് കാണുന്നത്. ഈ വീഡിയോയിൽ നിമിഷയുടെ ജീവിതം, അവൾ നേരിട്ട ക്രൂരതകൾ, ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലം, അവളുടെ നിരപരാധിത്വത്തിനായുള്ള വാദം എന്നിവ വിശദമായി പരിശോധിക്കുന്നു. വെൽക്കം ബാക്ക്. ആയിരത്തി 1989 ഡിസംബർ 6 കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഒരു സാധാരണ കുടുംബത്തിലാണ് നിമിഷപ്രിയ ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ വീട്ടുജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ചവരായിരുന്നു. അതിനാൽ നിമിഷയ്ക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാനുള്ള സ്വപ്നങ്ങൾ അവർ കണ്ടു. ചെറുപ്പം മുതലേ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ നിമിഷ തന്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വഴികൾ തേടി. സ്കൂളിൽ മിടുക്കിയായിരുന്നെങ്കിലും ഉയർന്ന മാർക്കോടെ പരീക്ഷകൾ പാസ്സാകാൻ കഴിയാതിരുന്നത് കേരളത്തിൽ നഴ്സിംഗ് ജോലി ലഭിക്കുന്നതിന് തടസ്സമായി. എന്നിരുന്നാലും ഒരു പ്രാദേശിക ദേവാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നിമിഷ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. 2008 19-ാം വയസ്സിൽ കുടുംബത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനുള്ള പ്രതീക്ഷയോടെ നിമിഷ യമനിലേക്ക് പോയി. യമന്റെ തലസ്ഥാനമായ സനായിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ നേഴ്സായി ജോലി ആരംഭിച്ചു. 2011 കുടുംബം ഒരുക്കിയ വിവാഹത്തിനായി അവൾ കേരളത്തിലേക്ക് മടങ്ങി. ടോമി തോമസ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ വിവാഹം കഴിച്ച ശേഷം അവർ ഒരുമിച്ച് യമനിലേക്ക് തിരിച്ചു. 2012 അവർക്കൊരു മകൾ ജനിച്ചു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ടോമിയും മകളും 2014 കേരളത്തിലേക്ക് മടങ്ങി. നിമിഷ യമനിൽ തന്നെ തുടർന്നു. തന്റെ കുടുംബത്തിനു വേണ്ടി കൂടുതൽ വരുമാനം നേടാനുള്ള ശ്രമത്തിൽ 2015 സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. യമന്റെ നിയമപ്രകാരം ഒരു വിദേശിക്ക് ബിസിനസ് ആരംഭിക്കാൻ ഒരു പ്രാദേശിക പങ്കാളി ആവശ്യമാണ്. ഇവരെ തലാൽ അബ്ദോ മഹദി എന്ന യമനി വ്യവസായിയെ നിമിഷ പങ്കാളിയായി തിരഞ്ഞെടുത്തു. 14 കിടക്കകളുള്ള അൽ അമൻ മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിച്ചെങ്കിലും യമനിലെ ആഭ്യന്തര യുദ്ധം അവളുടെ സ്വപ്നങ്ങളെ തകർത്തു. നിമിഷപ്രിയയുടെ ജീവിതം യമനിൽ ദുരന്തത്തിലേക്ക് വഴിമാറിയത് അവളുടെ ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദോ മഹദിയുമായുള്ള ബന്ധത്തിന്റെ തകർച്ചയാണ്. 2015 യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി തകർന്നു. ഹൂതികൾക്കും സർക്കാർ സേനകൾക്കും ഇടയിലുള്ള സംഘർഷം സന ഉൾപ്പെടെയുള്ള നഗരങ്ങളെ അരക്ഷിതമാക്കി. ഇന്ത്യൻ സർക്കാർ യമനിലേക്കുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ ക്ലിനിക്കിനായി വലിയ തുക കടം വാങ്ങിയിരുന്ന നിമിഷ തിരിച്ചു പോകാൻ കഴിയാതെ രാജ്യത്ത് തുടർന്നു. തലാൽ അബ്ദോ മഹദി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയായിരുന്നെങ്കിലും ബിസിനസ് പങ്കാളിയായി മാറിയതോടെ അവളുടെ യഥാർത്ഥ സ്വഭാവം വെളിവായി. നിമിഷയുടെ അവകാശപ്പെട്ട പണം മോഷ്ടിക്കുക, അവളെ ശാരീരികമായി ഉപദ്രവിക്കുക, അവളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും തട്ടിയെടുക്കുക എന്നിവ തലാൽ ചെയ്തു. അയാൾ നിമിഷയെ തന്റെ ഭാര്യയാണെന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി അവകാശപ്പെട്ടു. ഇത് നിമിഷയുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. 2016 തലാൽ അവളുടെ കുടുംബവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അവളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തു. അയാൾ നിമിഷയെ ഒരു ഫ്ലാറ്റിൽ പൂട്ടിയിട്ടു. അവളുടെ ഫോൺ പിടിച്ചെടുത്തു. പുറം ലോകവുമായി എല്ലാ ബന്ധവും നിഷേധിച്ചു. ഈ ക്രൂരതകൾ നിമിഷയെ മാനസികമായി തകർത്തു. അവൾ യമൻ പോലീസിനോട് പരാതിപ്പെട്ടെങ്കിലും ആഭ്യന്തര യുദ്ധം നിയമവ്യവസ്ഥയെ തകർത്തിരുന്നതിനാൽ അവൾക്ക് യാതൊരു സഹായവും ലഭിച്ചില്ല. നിമിഷ തന്റെ പാസ്പോർട്ട് തിരികെ വാങ്ങാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് 2017 ജൂലൈയിൽ തലാലിന് കെറ്റാമൈൻ എന്ന മരുന്ന് കുത്തിവെച്ചത്. നിമിഷയുടെ വാദപ്രകാരം തലാലിനെ മയക്കി തന്റെ രേഖകൾ തിരികെ വാങ്ങുക മാത്രമായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ ശ്രമം ഒരു ദുരന്തത്തിൽ അവസാനിച്ചു. കെറ്റാമൈൻ്റെ അമിത ഡോസ് തലാലിന്റെ മരണത്തിന് കാരണമായി. പരിഭ്രാന്തിയിൽ നിമിഷ മറ്റൊരു നേഴ്സിന്റെ സഹായത്തോടെ തലാലിന്റെ മൃതദേഹം വെട്ടിനുറുക്കി ഒരു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു. 2017 ഓഗസ്റ്റിൽ സൗദി അറേബ്യയുമായുള്ള അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിമിഷയുടെ വിചാരണ യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശമായ സനായിൽ നടന്നു. നിമിഷയ്ക്ക് അറബിക് ഭാഷ മനസ്സിലാകാതിരുന്നിട്ടും വിചാരണ പൂർണ്ണമായും അറബിയിൽ നടന്നു. വിവർത്തനമോ വക്കീലിനെയോ ലഭിച്ചില്ല. ഇത് നിമിഷയുടെ പ്രതിരോധത്തെ ദുർബലമാക്കി. 2018 ഒരു ട്രയൽ കോടതി അവളെ കുറ്റക്കാരിയായി വിധിക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2020 മറ്റൊരു വിചാരണയിലും ഇതേ വിധി ആവർത്തിച്ചു. യമനിലെ നിയമവ്യവസ്ഥ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു.
നിമിഷയുടെ ദുരന്തം ഒരു വ്യക്തിഗത തെറ്റിന്റെ ഫലം മാത്രമല്ല. യമനിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധി, വിദേശ തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വമില്ലായ്മ എന്നിവയാണ്. തലാൽ നിമിഷയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിൻ്റെ, അവളുടെ സ്വാതന്ത്ര്യം തട്ടിയെടുത്തതിൻ്റെ ഒരു പ്രതികാരമായാണ് ഈ സംഭവം ഉണ്ടായതെന്ന് അവളുടെ അനുകൂലികൾ വാദിക്കുന്നു. ഈ ദുരന്തം നിമിഷയെ ഒരു ഇരയിൽ നിന്ന് കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട ഒരു ദുഃഖകരമായ കഥയാണ്. നിമിഷയുടെ മോചനത്തിനായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. യമന്റെ നിയമപ്രകാരം ബ്ലഡ് മണി നൽകി വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ സാമൂഹിക പ്രവർത്തകർ, മനുഷ്യാവകാശ സംഘടനകൾ, മലയാളി സമൂഹം എന്നിവ ഈ ശ്രമത്തിന് പിന്തുണ നൽകുന്നു. ഇന്ത്യൻ സർക്കാർ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യമനിലെ രാഷ്ട്രീയ അസ്ഥിരത ഈ ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. മലയാളികളുടെ ഒരുമിച്ചുള്ള പിന്തുണ നിമിഷയുടെ മോചനത്തിന് നിർണായകമാണ്. നിമിഷപ്രിയയുടെ കഥ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയും വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ദുരന്തങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയുടെ പരിമിതികളുടെയും ഒരു ദുഃഖകരമായ ഓർമ്മപ്പെടുത്തലാണ്. അവൾ തൻ്റെ കുടുംബത്തിനു വേണ്ടി സ്വപ്നങ്ങൾ കണ്ട് യമനിൽ ഒരു പുതിയ ജീവിതം തേടിയെത്തിയപ്പോൾ ഒരു ക്രൂരനായ ബിസിനസ് പങ്കാളിയുടെ കെണിയിൽ അകപ്പെട്ടു. തലാൽ അബ്ദുൾ മഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അവളുടെ പാസ്പോർട്ട് തട്ടിയെടുത്തത് അവളെ ഒരു അടിമയെപ്പോലെ കുടുക്കി. ഈ ദുരന്തത്തിൽ അവൾ സ്വന്തം സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അബദ്ധം സംഭവിച്ചു. നിമിഷയുടെ നിരപരാധിത്വം അവൾ ഒരു ഉദ്ദേശത്തോടെ കൊലപാതകം നടത്തിയവളല്ല എന്നതിലാണ്. അവൾ തൻ്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ച ഒരു ഇരയാണ്. യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശത്ത് അവൾക്ക് ന്യായമായ വിചാരണ ലഭിച്ചില്ല. ഭാഷാ തടസ്സവും വക്കീലില്ലാത്തതും അവളെ കൂടുതൽ അനീതിയിലേക്ക് തള്ളിവിട്ടു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ ബ്ലഡ് മണി സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ സർക്കാരിൻ്റെ കൂടുതൽ ഇടപെടൽ ആവശ്യമാണ്. നിമിഷപ്രിയ ഒരു കുറ്റവാളിയല്ല, മറിച്ച് സാഹചര്യങ്ങളുടെ ഇരയാണ്. അവളുടെ ജീവിതം നമ്മുടെ സമൂഹത്തോട് വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയും അവർക്ക് നീതി ഉറപ്പാക്കലും ആവശ്യപ്പെടുന്നു. മലയാളികൾ ഒന്നിച്ചു നിന്ന് നിമിഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തണം. അവളുടെ മോചനത്തിനായി പ്രാർത്ഥിക്കണം.